ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഗോബി മഞ്ചൂരിയനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഗോബി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ കാശ്മീരി മുളക്, കോൺഫ്ലവർ, പിന്നെ മൈദ, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചെറിയൊരു പച്ചമുളക്. എരിവ് അധികം വേണ്ട. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. വെള്ളമൊന്നും ചേർക്കരുത്. ഇത് തന്നെ കുഴച്ചിട്ട് ഈ കോബിയിലുള്ള വെള്ളം വരും. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു പച്ചമുളക് ഇട്ടിന് അത് ചെറുതായി ഇതുപോലെ അരിഞ്ഞെടുക്കണം. ചെറുതായി ചെറുതായിട്ട്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിൽ വേറെ ഒട്ടും വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഈ കോബിയിൽ തന്നെ ഉപ്പെല്ലാം ഇട്ടുമ്പോൾ നന്നായിട്ട് വെള്ളം വരും. ആ വെള്ളത്തിൽ ഇപ്പം 4 സ്പൂണ് അരക്കപ്പിൻ്റെ അടുത്ത് ആണ് പിന്നെ ഇത് കോൺഫ്ലവർ ഇട്ടത്. പിന്നെ അരക്കപ്പിൻ്റെ അടുത്ത് അരക്കപ്പിൽ കുറച്ച് കുറവായിട്ട് മൈദ ഇട്ടിന്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ തന്നെ ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി പിന്നെ ഇത് ഉണ്ടാക്കുന്ന വിധം പാനിൽ എണ്ണ ഒഴിച്ച് വിട്ടു. ഇനി ഇതിങ്ങനെ ഓരോന്നും കളറ് സാധാരണ എല്ലാവരും കളറ് ചേർക്കും. ഞാൻ കളറ് ചേർച്ചില്ല. കാശ്മീരി മുളക് മാത്രമാണ്. കളറ് നല്ലതല്ല, അതുകൊണ്ട് ശരീരത്തിന് നല്ലതുകൊണ്ട് ഇട്ടിട്ടില്ല. പിന്നെ ചില കൂട്ടർ അജിനോമോട്ടോ ഇടും. ഞാൻ അജിനോമോട്ടോ ഇട്ടിട്ടില്ല. ഇനി എണ്ണയിലിങ്ങനെ പൊരിച്ചെടുക്കണം. അപ്പം ഉള്ളിൽ ചെറുതായിട്ട് നല്ല പിന്നെ പുറത്ത് നല്ല ക്രിസ്പി വേണം. ഉള്ളിലാണെങ്കിൽ നല്ല ഈ സോഫ്റ്റ് ടൈപ്പും. അങ്ങനെയാണ് ഇത് ഉണ്ടാവേണ്ടത്. അപ്പം ഇങ്ങനെ എല്ലാം പൊരിച്ചെടുത്ത് ഇനി ഇതിൽ മാറ്റി വെക്കുക. കണ്ടോ, ഇത് ഇങ്ങനെ സൗണ്ട് വരുന്നുണ്ടോ? ഇത് ക്രഞ്ചി, ഇതിങ്ങനെ എല്ലാം റെഡി. കാരണം ഒരു ട്രിപ്പ് കഴിച്ചു തീർന്നു. ആവുന്നതിലേക്ക് തന്നെ കഴിഞ്ഞ് തീർന്നു. അതുകൊണ്ട് ഇത്ര. ഇനിയിപ്പോൾ ഒന്ന് ഇതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. പുറത്ത് നല്ല പിന്നെ ക്രഞ്ചി ടൈപ്പും, അപ്പോൾ നല്ല സോഫ്റ്റ്. ഇതിന് ചട്നി വേണം. ചട്നി ഉണ്ടാക്കിയിട്ടില്ല. ചട്നി